എടവണ്ണയിൽ വീണ്ടും വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം. ടൗണിലെ 2 സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നത്. രാത്രി 1 മണിയോടെയാണ് സംഭവം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. എടവണ്ണ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് എതിർവശത്തുള്ള ATK വെജിറ്റബിൾസിലും എടവണ്ണ CPI ജംഗ്ഷനിലുള്ള ക്യൂട്ട് ഫാൻസി ആൻഡ് ഫുഡ്വെയറിലുമാണ് മോഷണം നടന്നത്. പച്ചക്കറി കടയുടെ പൂട്ടുപൊളിച്ചാണ് മോഷ്ടാവ് കടയുടെ അകത്ത് കയറിയത്. ATK വെജിറ്റബിൾസിൽ നിന്ന് പച്ചക്കറികളും മസാലപ്പൊടികളും ഉണക്കമീൻ, അച്ചാർ തുടങ്ങിയവയും 6000 രൂപയുടെ നഷ്ടവും ഉണ്ടായിട്ടുണ്ട്. രാവിലെ ഒരു 6:30 ഞാൻ കട തുറക്കുമ്പോൾ കടന്റെ ഷട്ടറൊക്കെ ആകെ പൊട്ടിച്ചിട്ട് നിലയിൽ തന്നെ കിടന്നതിന്. പിന്നെ ഇവിടുന്ന് പോയ സാധനങ്ങൾ പറഞ്ഞാൽ അച്ചാറുകൾ പോയിട്ടുണ്ട്, ഇതിൽ ഒരുപാട് മസാലകൾ ഉണ്ടായിനി, അതൊക്കെ പോയിട്ടുണ്ട്. പിന്നെ മീൻ, ഉണക്ക മത്സ്യം പോയിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, അങ്ങനെ പച്ചക്കറി സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട്. പൈസയായിട്ട് 6000 രൂപ പോയിട്ടുണ്ട് ബാഗിന്ന്. പിന്നെ പഴങ്ങൾ കുറെ ചെത്തി പോയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ ആകെ അലങ്കോലപ്പെടുത്തിയ കോലത്തിൽ എനിക്ക് കടന്നിരുന്നത്. ക്യൂട്ട് ഫാൻസിയുടെ അകത്തു കയറാൻ മോഷ്ടാവിന് സാധിച്ചിട്ടില്ല. ഫാൻസിയുടെ മുൻഭാഗത്തെ ഗ്ലാസ് തകർക്കാനുള്ള ശ്രമം നടത്തിയിട്ടുമുണ്ട്. പുലർച്ചെ 1 മണിയോടെയാണ് മോഷ്ടാവ് CPI ജംഗ്ഷനിലെത്തിയതെന്ന് സമീപത്തെ സാറ ഗോൾഡ് ജ്വല്ലറിയിൽ സ്ഥാപിച്ച CC ക്യാമറയിൽ വ്യക്തമാക്കുന്നുണ്ട്. എടവണ്ണ പോലീസ് മോഷണം നടന്ന കടകളും പരിസര പ്രദേശങ്ങളും പരിശോധന നടത്തി വരികയാണ്. അന്യസംസ്ഥാന തൊഴിലാളികളാണോ എന്ന സംശയത്തെ തുടർന്ന് സമീപത്ത് തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലും പോലീസ് പരിശോധന നടത്തി. കൂടുതൽ CC ക്യാമറകൾ പരിശോധിച്ച് പ്രതികളെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ്. മോഷ്ടാവിനെ ഉടൻ പിടികൂടണമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി എടവണ്ണ യൂണിറ്റ് പ്രസിഡന്റ് പറമ്പൻ ബാപ്പുട്ടി പറഞ്ഞു. മാസങ്ങൾക്ക് മുൻപും എടവണ്ണയിൽ 7ഓളം സ്ഥാപനങ്ങളിൽ മോഷണം നടന്നിരുന്നു. എടവണ്ണയിൽ ഇന്നലെ ഉണ്ടായിട്ടുള്ള 2 കടയിൽ, ഒരു കടയിൽ കള്ളം കയറുകയും സാധനങ്ങൾ എടുത്തു പോവുകയും ചെയ്തിട്ടുണ്ട്. എടവണ്ണ പച്ചക്കറി കടയിൽ, എടവണ്ണ ടൗണിൽ സ്ഥിതി ചെയ്യുന്ന ATK പച്ചക്കറിയിൽ നിന്ന് അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ളത് പച്ചക്കറികളാണ്. ഏകദേശം അച്ചാറ്, മസാലപ്പൊടികൾ, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം, പഴം അടക്കം ഇവിടെ നിന്ന് മോഷ്ടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 6000 രൂപയോളം ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. രണ്ടാമതായിട്ട് അന്ന് തന്നെ അവിടെ CPI ജംഗ്ഷനിലുള്ള ഫ്രൂട്ട് എന്ന ഫാൻസി കടയിൽ ശ്രമം നടത്തിയിട്ടുണ്ട്. ഗ്ലാസ്സിലേക്ക് വലിയ ഓളോഫൻസ് ഇട്ടിട്ടും പലകിട്ടിട്ടും ഒക്കെ തകർത്തുള്ളിൽ കയറാൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടാണ് കാണുന്നത്. എന്തായാലും ഇത് തുടർച്ചയായി എടവണ്ണയിൽ വളരെ പ്രയാസം വ്യാപാരികൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഏകദേശം 1-2 മാസം മുമ്പ് 7 കടകളിൽ ഒരു സമയം ഇവിടെ കയറി. ഇതുവരെ അത് പിടിക്കാനോ അതിനെപ്പറ്റി ഒരു ഇതും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട എടവണ്ണ പോലീസ് സ്റ്റേഷൻ അവர்களോട് പറയാനുള്ളത്, ഇതിന് നടപടി സ്വീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തി പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമം ഊർജ്ജപ്പെടുത്തണമെന്നാണ് ആവശ്യപ്പെടാൻ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി എടവണ്ണ യൂണിറ്റ് കമ്മിറ്റി ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, എടവണ്ണ. Puppies full of love.